ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ നോക്കിയ PYQൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ചുവടെ തന്നിട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഇവിടെ ശരിയായ പ്രസ്താവന 2ഉം 3ഉമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ളത് 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. അപ്പം 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയെ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. താഴെ തന്നിരിക്കുന്നവ ആരൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരി. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? അയർലൻഡ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നും. പ്രസിഡന്റിന് പ്രാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 360. അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 360. 1985 പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്ന ഏതാണ് ശരി? വനം, വൈദ്യുതിയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ. നിലവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്ന ആർക്കൊക്കെയാണ് അധികാരമുള്ളത്? സ്പീക്കർക്ക്. അപ്പോൾ കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം തന്നിരിക്കുന്ന ആർക്കാണ് അധികാരമുള്ളത് എന്ന് വെച്ചാൽ സ്പീക്കറിന്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. താഴെ തന്നിരിക്കുന്ന ഏത് ജില്ലയിലാണ് മനസ്സിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? കോട്ടയത്താണ് ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടത്. മനസ്സിനി. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? P. സദാശിവം. താഴെ തന്നിരിക്കുന്ന ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ള? ജസ്റ്റിസ് D. ശ്രീദേവിയാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചത്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ ചെയർമാന് ജസ്റ്റിസ് G. ശശീന്ദ്രൻ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ചുവടെ തന്നിരിക്കുന്നവയെ ബാക്ടീരിയ രോഗം അല്ലാത്തത് നിപ്പയാണ്. അപ്പോൾ ബാക്ടീരിയ രോഗം, ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യർ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുന്നതാണ് വൺ ഹെൽത്ത്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്ന മൂലമുണ്ടാകുന്ന രോഗമാണ് അതിറോസ്ക്ലെറോസിസ്. കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയുന്നതിനുള്ള പ്രധാന കാരണം മണൽ ഖനനം. The Genesis and Evolution of Organics in Space എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബാംഗ്ലൂർ. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമാണ് ഏത് പ്രദേശത്തിലാണ്? ആരളം വന്യജീവി സങ്കേതം. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗമാണ് മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം G ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി ഉള്ള ത്വരണമാണ് G/4.
അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ആയ ചെനാബ് റെയിൽവേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരുകളാണ് ഐസോമെറുകൾ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ ഐസോമെറുകൾ എന്ന് വിളിക്കുന്നു. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരാണ് ഹാലോജനുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്ന വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന 1ഉം 4ഉമാണ്. ബ്രിട്ടീഷുകാരെ വെൺ നീചൻ എന്ന് വിളിച്ചു. സ്വാമി തോപ്പി ജനിച്ചു. 2026 ഏഷ്യ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. കേരളത്തിൽ സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ്? സാധ്യതിരുന്നാൾ. താഴെ തന്നിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏത്? വിദ്യാവിലാസിനി. താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി 1ഉം 2ഉം. കല്യാണമൻ സർദാർ KM പണിക്കർ, പ്രേമാമൃതം CV രാമൻ പിള്ള. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ബോയിങ് സ്റ്റാർലൈനർ. 2027 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്. ചുവടെ കൊടുത്തിട്ടുള്ളവയെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന റാം. ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുത്തുക. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഉബുണ്ടു, DBMS പാക്കേജ് MySQL, ഇമേജ് എഡിറ്റർ ജിംബ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, DBMS പാക്കേജ് MySQL, ഇമേജ് എഡിറ്റർ ജിംബ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് 2ഉം 4ഉമാണ്. ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഗൈഡഡ് മീഡിയ ഒപ്റ്റിക്കൽ ഫൈബറും കോയാക്സിയൻ കേബിളുമാണ്. MS എഡ്ജ് എന്നത് എന്താണ്? വെബ് ബ്രൗസറാണ് MS എഡ്ജ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്താൻ ഏത് തരം സൈബർ കുറ്റമാണ്? സൈബർ സ്റ്റാക്കിംഗ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവ് വ്യക്തമാക്കേണ്ട വസ്തുത, അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8-ന് അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1984 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെ വകുപ്പുകളുടെ എണ്ണം അധ്യായം 5 വകുപ്പ് 37. പോക്സോ നിയമപ്രകാരം വിവരം നൽകേണ്ടത് B അല്ലെങ്കിൽ C. അത് ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. ഇനി അടുത്ത മാത്സ് ക്വസ്റ്റ്യൻ. നെയ്തർ ഓഫ് ടു മെൻ ഡാഷ് വെരി ടോൾ. ആൻസർ വരുന്നത് വാസ് ആണ് വരുന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് സിറ്റി ഡാഷ് 2015 സിൻസ് ആണ്. ഡാഷ് റോസ് ഇൻ ദ ലെവീസ് ഓഫ് all flowers. ആൻസർ ദ റോസ് ആണ്. പിക്ക് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ചോയ്സ് ഗിവൻ ബിലോ. ഓപ്പർച്യൂണിറ്റി ആണ്. പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ആകുക. യുവർ ബ്രദർ പ്ലേസ് വെൽ ഡസൻ ഹി. What do you mean by the idiom a piece of cake is something that is very easy ആണ്. Pick the word that is opposite in meaning to the word profound. Superficial ആണ്. Find the correct tense form. By the end of this week I dash here for 10 years will have worked ആണ്. What do you mean by the term magnus opus? A great work ആണ്. What do you call someone who is a beginner in any profession? നോവിസ് ആണ്. അടുത്ത മലയാളം ക്വസ്റ്റ്യൻ. ചേട്ടൻ പര്യായപദം ഏത്? അഗ്രജനാണ്. അയക്കുന്നവൻ എന്നർത്ഥം വരുന്നത് പ്രേക്ഷകരാണ്. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാള ചൊല്ല്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിപരീത പദം കാമം, വിപരീതം ക്രോധമാണ്. അതാണ് തെറ്റായിട്ടുള്ളത്.
ബാക്കി 3 ശരിയാണ്. രാഗം ദേഷ്യമാണ്. ഹ്രസ്വം ദീർഘം. സഹിതം രഹിതമാണ്. ഭൂമി സമാനാർത്ഥമുള്ള പദം മേദിനിയാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ സ്വാമികളും ഗുരുക്കളുമാണ്. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? തിരുവോണമാണ്. ശരിയായ പദം മടയനാണ്. ഏവൾ പിരിച്ചെഴുത്ത് A+അൾ ആണ് ഏവൾ. നിരൂപകൻ സ്ത്രീലിംഗ പദം നിരൂപക. ഓക്കെ ഫ്രണ്ട്സ്.